തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൻ. വിരയനീ ജാനകീദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാലേപ ആഖ്യലങ്കാരമണിയിച്ചു. ശില്പമായൊരു ശിബിരമേലാപുത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ച സാദരം. വൃദ്ധന്മാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടാഴ്ച മഞ്ഞിനൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജ്ഞാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോരു യാഷ്ടികന്മാരണഞ്ഞാട്ടി അകറ്റിനാൻ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെയും ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തിതു നിന്നോടിതെന്തടോ? ജാനകീദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും. പാദചാരേണ വരേണമെന്നന്തികെ മേദിനി നന്ദിനിക്കും തത്ര ഭൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായോരു മായാജനകജാരൂപം മനോഹരം. കണ്ടുകോപം പൂണ്ടു വാച്യവാദങ്ങൾ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടുമായ സീതയും സുജാ തൽക്ഷണേ ചൊല്ലിനാൻ. ഏതുമേ വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടലത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘുത്തമനും ത്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു. രാമപാർശ്വം പ്രവേശിച്ചു വന്നിടിനാൻ. ഭൂമി സുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും. ദേവദിജയദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൻ. ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലതിന്നു നീ ലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു അഗ്നിയിൽ ചാടിനാൻ. കിഞ്ചിൽ ഭയം വിനാ ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു. നിശ്ചലമായതു ലോകവും അന്നേരം.